ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ആനന്ദ് ശ്രീബാല. വിഷ്ണു വിനയുടെ സംവിധാനം, വിനയന്റെ മോനാണ്, സംവിധായകൻ വിനയന്റെ മോനാണ്. അഭിലാഷ് പിള്ളയുടെ കഥ, തിരക്കഥ, സംഭാഷണം. അർജുൻ അശോകൻ, സംഗീത, സൈജു കുറുപ്പ്, സിദ്ദിഖ്, അപർണദാസ് എന്നിവർ കൂടാതെ 3 പ്രധാനപ്പെട്ട ക്യാമിയോകൾ ഉള്ള ഒരു പടം. ഒട്ടും പ്രതീക്ഷകളില്ലാതെയാണ് ഞാൻ പടം കാണാൻ പോയത്. എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു പടമായിരുന്നു ഇത്. ഇതൊരു ക്ലാസിക്കോ വളരെ മികച്ച ചലച്ചിത്രമോ അങ്ങനെ ഞാൻ പറയത്തില്ല. ബട്ട് ഇറ്റ്സ് എ വെൽ മെയ്ഡ് ഫീച്ചർ ഫിലിം. ഒരു ഡെബ്യൂ എന്ന നിലയിൽ കൊള്ളാം. ഒരു സോളിഡ് ഡെബ്യൂ. വിഷ്ണു വിനയ്ക്ക് അഭിമാനിക്കാം. ഇതൊരു ക്രൈം ത്രില്ലറാണ്. ഒരു ഗേൾ മിസ്സിംഗ് കേസാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷനും ഒക്കെയാണ് കഥ. ഇതിൽ സംഗീതയുടെ നമ്മുടെ സ്വന്തം ചിന്താവിഷ്ട ശ്യാമള സംഗീതയുടെ പ്ലേസ്മെൻറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സംഗീത പ്ലേസ്മെൻറ്റ്, ആ ക്യാരക്ടർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. കഥയ്ക്ക് വളരെ ഇൻട്രൻസിക് ആയതുകൊണ്ട് ഞാൻ എന്താണെന്ന് പറയുന്നില്ല. സ്പോയിലേഴ്സ് ഒഴിവാക്കാനും ഞാൻ കൂടുതൽ കഥയിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ വളരെ നല്ലൊരു പ്ലേസ്മെൻറ്റ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 3 ക്യാമിയോസ് വളരെ മികച്ച നടന്മാരെ കൊണ്ട് വളരെ കറക്റ്റ് പ്ലേസസിൽ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗംഭീര പ്രകടനം അങ്ങനെയൊന്നുമല്ല, പക്ഷേ കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ്. അത് നല്ലൊരു ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ മിക്ക ആക്ടേഴ്സിൻ്റെയും ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സിൻ്റെയും പ്രകടനങ്ങൾ, പെർഫോമൻസസ് വളരെ നല്ലതായിരുന്നു. അത് അർജുൻ അശോകൻ്റെ ആണെങ്കിലും സംഗീതയാണെങ്കിലും സൈജു ഗ്രൂപ്പിൻ്റെ ആണെങ്കിലും. ഞാൻ ഈ പറഞ്ഞ 3 ക്യാമിയോസിൽ 2 ക്യാമിയോസ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സർപ്രൈസിങ് ആയിരുന്നു. അവരെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ക്യാമിയോ ഉണ്ടാകുമെന്ന്. അത് നല്ലൊരു ചെയ്തിട്ടുണ്ട്. പിന്നെ കഥ ഒരു സോളിഡ് കഥയാണ്. നമ്മൾ കണ്ടിട്ടുള്ള പല ക്രൈം ത്രില്ലേഴ്സിൻ്റെയൊക്കെ ഒരു പാറ്റേൺ വരുന്ന കഥ തന്നെയാണ്. പക്ഷേ എങ്കിലും ഗ്രിപ്പിംഗ് ആണ്, കമ്പല്ലിംഗ് ആണ്. പിന്നെ നമ്മൾ കണ്ട കുറേ സീൻസ് ആവർത്തിക്കുന്ന എനിക്ക് തോന്നി 2-3 സ്ഥലങ്ങളിൽ. ഈ മിസ്സിങ് ആകുമ്പോൾ പോലീസുകാരൻ പറയുന്നു ഹോസ്പിറ്റലിൽ പോയി സഹിച്ചു എന്ന് പറയുന്നു. പേരൻസ് കേൾക്കുന്നു, പേരൻസിനോട് പറയേണ്ടെന്ന് പറയുന്നു. അങ്ങനത്തുള്ള പല സീൻസ് നമ്മൾ പല പടങ്ങൾ കണ്ടവിടെയൊക്കെ തോന്നി. കണ്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഇങ്ങനെ സിദ്ദിഖ് ഒരു സമയത്ത് ഇങ്ങനെ കുടിക്കാൻ നേരത്തിന് 3-4 വട്ടം സിദ്ദിഖിനെ ക്യാരക്ടറിനെ ഇങ്ങനെ തടയുന്ന ഒരു തമാശ പോലെ. അതും വേറെ ഏതൊക്കെയോ പടത്തിൽ കണ്ടതാണ്. കണ്ട കണക്കുള്ള ഓർമ്മയുണ്ട്. അപ്പം ഈ അങ്ങനത്തുള്ള പരിപാടികൾ, പിന്നെ ഈ ക്ലിപ്സൊക്കെ, ഫോട്ടോസ് ക്ലിപ്സൊക്കെ ബോർഡിൽ ഒട്ടിച്ചിട്ട് ഈ നൂലൊക്കെ വെച്ച് ചെയ്യുന്ന പരിപാടി. അപ്പോൾ അങ്ങനത്തുള്ള കുറച്ച് സീൻസ് കുറച്ചുകൂടെ വേറെ രീതിയിൽ ചിന്തിച്ച് വേറെ രീതിയിൽ ഫോർമാറ്റ് ചെയ്തത് നല്ലതായിരുന്നേലും തോന്നി. അത് നെറ്റ്പിക്കിംഗ് ആണ്. പക്ഷേ ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് നല്ലൊരു കഥയും നല്ല പെർഫോമൻസസും ഉള്ളൊരു സിനിമയാണ്. ഇതിൽ അർജുൻ അശോകൻ ചെയ്യുന്ന ക്യാരക്ടറും കുറച്ച് സ്പെഷ്യലാണ്. നമ്മൾ അധികം കാണുന്ന തരത്തിലൊരു കഥാപാത്രമല്ല, കാണുന്ന കണക്കുള്ളൊരു നായകനല്ല. വീക്ക്നെസ്സസും വൾണറബിലിറ്റിയും ഒക്കെ ഉള്ളൊരു നായകനാണ്. അങ്ങനെ കേരള പോലീസ് ഇതിൻ്റെ വലിയൊരു ഘടകമാണ്. ഓബ്വിയസ്ലി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പക്ഷേ പറയാൻ കാരണം കേരള പോലീസിനെതിരെയുള്ള പടവോ അങ്ങനെ തോന്നുമെങ്കിലും അങ്ങനെയല്ല. കേരള പോലീസിനോട് വളരെ അടുത്തിരിക്കുന്ന പടം തന്നെയാണ്. കേരള പോലീസിന് ഹെൽപ്പോട് കൂടി ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെയൊക്കെയാണ്. പാരലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും കേരള പോലീസിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഹെൽപ്പ് ഉള്ളതായിട്ട് തന്നെ കാണിക്കുന്നത്. അല്ല കേരള പോലീസിനെ താറടിച്ച് കാണിക്കുന്നു ആ രീതിയിലൊന്നുമല്ല. അത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ആ ഒരു റൗണ്ട് അബൌട്ട് എടുത്തെങ്കിലും തിരിച്ച് കറക്റ്റ് സ്ഥലത്ത് വന്ന് നിന്നിട്ടൊക്കെയാണ് ഇവിടെ അവസാനിക്കുന്നത്. സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി അതൊക്കെ. പിന്നെ അപർണ ഇതിൽ ഒരു ജേർണലിസ്റ്റായിട്ടാണ് അഭിനയിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ജേർണലിസ്റ്റായിട്ട് അഭിനയിക്കുന്നത്. അപ്പം അത് കുഴപ്പമില്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ ഓഫീസ് ഒരു എൻവയോൺമെൻറ്റും അവർ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ കുറേ കൂടെ പല പടങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ആക്യുറേറ്റായിട്ട് ചെയ്യുന്നവർക്കൊക്കെ തോന്നി ആ ഒരു അവതരണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു മഹത്തായ പടമോ അങ്ങനെയൊന്നുമല്ല. അതിന് ഒരു ചെറിയ ഫിലിമാണ്, അതിൻ്റെതായ കൺസ്ട്രെയിൻസ് ഉണ്ട്. എങ്കിലും ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്, സോളിഡ് ഡെബ്യൂ, 3 out of 5. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.